നമസ്കാരം. മൈൻഡ് ഫിറ്റ്നസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോൺ അബ്രഹാം. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് ലേബലിംഗ് എന്നൊരു വിഷയമാണ്. നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സും അധ്യാപകരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ലേബലിംഗ്. അത് കുട്ടികളെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിംഗ് ചെയ്യുന്നതോ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനോട് ചേർന്ന് വരാറുണ്ട്. ഒരു കുട്ടിയുടെ പെരുമാറ്റം, അവൻ്റെ പ്രത്യക്ഷമായ കാഴ്ച, ഫിസിക്കൽ അപ്പിയറൻസ്, അവൻ്റെ കഴിവുകൾ, അവൻ്റെ ശേഷികൾ, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രവർത്തികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിഷേധാത്മകമായ വിശേഷണങ്ങൾ ഉപയോഗിച്ച് അവനെക്കുറിച്ച് സംസാരിക്കുന്നതോ അവൻ കേൾക്കെ അവനോട് പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നെഗറ്റീവ് ലേബലിംഗ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സംഭവിക്കാറുണ്ട്. ഉദാഹരണമായി, പ്രശ്നക്കാരനാണെന്ന് പറയുക, ഉഴപ്പൻ, മടിയൻ, മന്ദബുദ്ധി, പൊട്ടൻ, കഴുത, കഴിവില്ലാത്തവൻ എന്നീ പദങ്ങൾ ഉപയോഗിച്ചവർ വിശേഷിപ്പിക്കുമ്പോൾ അതിന് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പ്രത്യാഘാതങ്ങൾ വളരെ ദൂരവ്യാപകമായിരിക്കും. പൊതുവെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിയായി മാറാറുണ്ട്. നീ ഒരു കഴിവില്ലാത്തവനാ എന്നൊരു കുട്ടിയോട് പറയുമ്പോൾ അവനത് വിശ്വസിക്കുകയും അതനുസരിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവൻ ജീവിച്ചു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സെൽഫ് എസ്റ്റീം വളരെ താഴ്ന്ന നിലവാരത്തിലാകാൻ സാധ്യതയുണ്ട്. മോട്ടിവേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അവന് ശ്രമിക്കുന്ന അവൻ്റെ ജീവിതത്തിലെ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ കഴിവ് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ, പെർഫോമൻസ്, അത് ഒരുപക്ഷെ കൂടുതൽ മോശമാകാനോ ഒരുപക്ഷെ അത് നിർത്തിവെക്കാനോ സാധ്യതയുണ്ട്. ഈ നെഗറ്റീവ് ലേബലിംഗ് കൊണ്ട് അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത് എക്സ്പെക്റ്റേഷൻസ് കുറഞ്ഞു പോകും. കുറഞ്ഞ പ്രതീക്ഷകളിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ലേബലിംഗ് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുഞ്ഞിൻ്റെ മൈൻഡ് ലോവർ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിമിത്തം അവൻ്റെ അവസരങ്ങൾ അവൻ നഷ്ടമാക്കാം. അവൻ്റെ പഠനത്തിലോ അവൻ്റെ കഴിവ് തെളിയിക്കേണ്ട മേഖലകളിലോ അവൻ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ വരാം. അതുപോലെ തന്നെ പ്രോത്സാഹനം അത് അവൻ്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്മെൻറ്റ് സ്റ്റാഗ്നൻ്റ് ആയി പോകുവാൻ ഇടയായിത്തീരും. മൂന്നാമത്തെ പ്രശ്നം, അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ അത് കുറവ് വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ലേബലിംഗ് നിമിത്തം അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ വളരെയേറെ കുറവ് വരുന്ന ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട്. നെഗറ്റീവായി ഇത് പഠനത്തെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ പങ്കാളിത്തം ഏറ്റെടുക്കേണ്ടുന്ന ഭാഗങ്ങളിൽ നിന്ന്, അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും എൻഗേജ്ഡ് അല്ലാതെ മാറാനും സാധ്യതയുണ്ട്. പഠനത്തിൽ തന്നെ അവൻ എൻഗേജ്ഡ് ആകത്തില്ല. പഠനത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, പഠനത്തിന് പകരം മറ്റു കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ആകാൻ ശ്രമിക്കും. ഭയം കൊണ്ട് മിസ്റ്റേക്സ് വരുത്തുവാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ അവനറിയാതെ തന്നെ അവൻ്റെ ജീവിതത്തിൽ പഠന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒരുപാട് തെറ്റുകൾ വരുത്തുവാൻ ഇത് കാരണമായി സംഭവിക്കുന്നു. നാലാമത്തെ ഒന്ന്, ഇമോഷണൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അവൻ്റെ വൈകാരികമായ, മാനസികമായ മേഖലകളിൽ ഇത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, വലിയ സ്വാധീനം ചെലുത്തുന്നു. അവൻ്റെ ഫീലിങ്സിൽ അവന് ഇൻഫ്യൂരിറ്റി ആയിട്ട് അവൻ തോന്നാൻ സാധ്യതയുണ്ട്. അവന് ഹെൽപ്ലെസ്നെസ്സായിട്ട്
സഹായത്തിന് ആരുമില്ലെന്ന് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സെൽഫ് ഇമേജ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് ബിഹേവിയറൽ ഇഷ്യൂസിലേക്ക് നയിക്കപ്പെടാൻ ഇടയുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ്, അഞ്ചാമത്തെ ഒരു പ്രശ്നമാണ് പിയർ സ്റ്റിഗ്മറ്റൈസേഷൻ എന്നൊരു പറയുന്നൊരു പ്രശ്നമുണ്ട്. കൂട്ടുകാരുടെ ഇടയിൽ അവനെ ഈ പേരിൽ അറിയപ്പെടുവാൻ ഇടയാകും. അത് അവൻ്റെ ഒരു പേരായി ഒരുപക്ഷെ കൂട്ടുകാർ മാറ്റാൻ സാധ്യതയുണ്ട്. കഴിവില്ലാത്തവനെന്നോ മന്ദബുദ്ധിയെന്നോ പൊട്ടെന്നോ ഒക്കെ കൂട്ടുകാർ അവനെ വിളിക്കും. കൂടാതെ അവരുടെ ഇടയിൽ നിന്നൊരു ബുള്ളിങ് അവൻ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവനെ അവർ ഒഴിവാക്കാൻ, അവരുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ സാമൂഹികമായിട്ടുള്ള ഒരു ഐസോലേഷൻ, സോഷ്യൽ ഐസോലേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന്, പിയർ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകാം. പൊതുവെ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലായിരിക്കും അവനെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും മറ്റുള്ളവർ പറയുന്നതെങ്കിൽ അവനെ പ്രശ്നക്കാരനായി എല്ലാവരും കാണാൻ ശ്രമിക്കും. എല്ലായിടത്തും അവനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അടുത്തൊരു പ്രശ്നം, ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രെയിൻ ഉള്ളതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ലേബലിംഗ് ഒരു ബയസ്ഡ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവനെക്കുറിച്ച് അധ്യാപകരുടെ കാഴ്ചപ്പാട് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ബയസ്ഡായിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് ടീച്ചേഴ്സിനുള്ളത്. അത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എമ്പതി നഷ്ടപ്പെട്ടു പോകാം, അതുപോലെ സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകാം, ക്വാളിറ്റി ഇൻട്രാക്ഷൻസിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ഇൻട്രാക്ഷൻസിലെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് തോന്നുന്നു അവനെ മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അവന് തോന്നുന്നു. ഒന്നുകിൽ എന്നെ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, ശരിയായ നിലയിൽ എന്നെ കാണുന്നില്ല, എന്നെ പരിചരിക്കുന്നില്ല, എന്നെ മോശമായി പരിഗണിക്കുന്നു എന്നൊരു ചിന്ത കുട്ടിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും കുഞ്ഞുങ്ങളെ നെഗറ്റീവ് ലേബലിംഗ് ചെയ്യാതെ, അവരെ ഡീഗ്രേഡ് ചെയ്യാതെ, ഡിസ്ക്രെഡിറ്റ് ചെയ്യാതെ, അവരെ പോസിറ്റീവായിട്ട് അവരെ ലേബൽ ചെയ്യുകയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. അവരിലുള്ള ഒരുപാട് കഴിവുകളും താലന്തുകളും അവരുടെ ശേഷികളുമൊക്കെ സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധ്യമല്ലായിരിക്കാം. പക്ഷെ അവരെ ഏറ്റവും നന്നായി, അവരെ പോസിറ്റീവായിട്ട്, ഏറ്റവും സാധകാത്മകമായി പോസിറ്റീവായി അവരെ വിശേഷിപ്പിക്കുമ്പോൾ ഹാർഡ് വർക്കിംഗ്, നല്ല കഠിനാധ്വാനിയാണ്, ക്രിയേറ്റീവാണ്, സർഗാത്മകതയുണ്ട്, സൃഷ്ടിപരമായ ശേഷിയുണ്ട്, എക്സ്ട്രാ ഓർഡിനറിയാണ്, അസാധാരണ കഴിവുള്ള ആളാണ്, ടാലൻറ്റഡ് ആണ്, ഹൈലി എഫിഷ്യൻ്റ് ആണ്, നല്ല ഇമാജിനേഷനുള്ള ആളാണ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട്, ബ്രൈറ്റാണ്, നല്ല ക്ലവറാണ്, പ്രശ്നം സോൾവ് ചെയ്യുന്ന ആളാണ്, പെട്ടെന്ന് പഠിക്കുന്ന ക്വിക്ക് ലേണറാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പോസിറ്റീവായി അവരെ വിശേഷിപ്പിക്കുമ്പോൾ അവരുടെ ലൈഫിൽ അത് കൺസ്ട്രക്റ്റീവായിട്ട് മാറുകയും അവരിലെ കഴിവുകളെ അത് തൊട്ടുണർത്തുകയും അവരുടെ ജീവിതത്തിൻ്റെ ഉന്നതികളിൽ അവരെത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊരു തെറ്റായിട്ടുള്ള പ്രവണത അധ്യാപകരിൽ നിന്നായാലും മാതാപിതാക്കളിൽ നിന്നായാലും ഉണ്ടാകാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾ അവരേറ്റവും മിടുക്കരായി തീരട്ടെ. അവരെ ഏറ്റവും നന്നായി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിശേഷണ പദങ്ങൾ ഉപയോഗിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.